ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു PSC ക്രാക്ക് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, മലയാളം ഇവയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് PSC ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ചിലവരുണ്ട്, നമ്മൾ ഈ എക്സാമിൻ്റെ ടൈം ടേബിൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം പഠിക്കുന്നവർ. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു ഓട്ട മത്സരം പോലെയാണ് ഈ PSC എക്സാം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇടയിൽ നിർത്തി വീണ്ടും ഓടി വീണ്ടും നിർത്തി വീണ്ടും ഓടി അങ്ങനെയുള്ള ഒരു മത്സരമല്ല ഇത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേണം പഠിക്കാനും. പിന്നെ ചിലവരുണ്ട് കുറേ കൊല്ലമായിട്ട് ശ്രമിക്കുന്നുണ്ടാകും, അവർ എന്ത് പോരായ്മയാണ് അവർക്കുള്ളത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ചിലവർ നന്നായിട്ട് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും എല്ലാം നന്നായിട്ട് അറിയുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് ഈ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അത്ര അറിയില്ല വെച്ചാൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ചിലവർ വന്നിട്ട് കുറച്ച് സമയം പഠിക്കും, ആക്ച്വലി വേണ്ട സമയത്തിനേക്കാൾ കമ്മിയാണ് അല്ലെങ്കിൽ കുറവാണ് വെച്ചാൽ, അങ്ങനെയാണ് വെച്ചാലും നമുക്ക് PSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. അപ്പോൾ ഈ ഡൈഡ് വെക്കുമ്പോൾ നമ്മൾ കുറേ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡൈ വെക്കണം, ഡൈ ഓഫ് വെക്കുന്നത് എവിടെയാണ് വെച്ചാൽ നമ്മൾ ഡിസീസ് കൊണ്ട് മരിക്കുകയാണ് വെച്ചാൽ നമ്മൾ എന്താ വെക്കുക, ഡൈ ഓഫാണ് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർവേഷൻ, വിശപ്പ് കാരണം മരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പട്ടിണി കാരണം മരിച്ചിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്താ വെക്കുക, നമ്മൾ ഓഫാണ് വെക്കുക. അതുപോലെ തന്നെ ഹങ്കർ, അതുപോലെ തന്നെ തേസ്റ്റ്, ദാഹത്തിനാൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെക്കുക ഓഫാണ് വെക്കുക, ഡൈ ഓഫ്. ഹി ഡൈഡ് ഓഫ് കോളറ, ഹി ഡൈഡ് ഓഫ് കൊറോണ, മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഓഫ് കൊറോണ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓഫാണ് വരിക. അപ്പോൾ നമ്മളൊരു രോഗം കൊണ്ട് മരണപ്പെട്ടാണ് വെച്ചാൽ നമ്മൾ ഓഫാണ് വെക്കുക. ഇനി അടുത്തത് നമ്മൾ ഡൈ ഫ്രം. ഈ ഡേ ഫ്രം വയ്ക്കുന്നത് ഒരു എഫക്റ്റ് കാരണമാണ് ഒരാൾ മരിച്ചത് വെച്ചാൽ അപ്പോഴാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, ഫ്രം വയ്ക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്. എന്താണ്? ഹി ഡൈഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്. അല്ലെങ്കിൽ ഹി ഡൈഡ് ഫ്രം എ വൂണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മുറിവ് കൊണ്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റതിന് ശേഷം മരണപ്പെട്ടു, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാരണം മരണപ്പെടുകയാണ് വെച്ചാൽ അതിന് വയ്ക്കുക ഡൈഡ് ഫ്രം എന്നാണ് വയ്ക്കുക. അതേസമയം രോഗം അല്ലെങ്കിൽ സ്റ്റാർവേഷൻ, ഹങ്കർ, തേസ്റ്റ് ഇവ മൂലം മരണപ്പെട്ടാൽ ഡൈ ഓഫ് ആണ് വയ്ക്കുക, ഡൈഡ് ഓഫ് എന്നാണ് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഫ്രം വയ്ക്കുന്ന വേറൊരു ക്രൈറ്റീരിയൻ ഉണ്ട്, അതായത് നമ്മൾ ഓവർ ഈറ്റിംഗ് അങ്ങനെയുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഓവർ ഡ്രിങ്കിങ് അങ്ങനെയുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കൊണ്ട് മരണപ്പെട്ടാൽ നമ്മൾ എന്ത് വയ്ക്കുക, ഡൈഡ് ഫ്രം ആണ് വയ്ക്കുക. ഹി ഡൈഡ് ഫ്രം ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഹി ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്, അങ്ങനെയാണ് വയ്ക്കുക. ഇനി അടുത്തതാണ് ബൈ. എപ്പോഴും വയ്ക്കുക, ബൈ വയ്ക്കുന്നത് നമ്മൾ അതിനാൽ മരണപ്പെട്ടു. എങ്ങനെ? ഹി ഡൈഡ് ബൈ സൂയിസൈഡ്. എങ്ങനെ? ഹി ഡൈഡ് ബൈ സൂയിസൈഡ് അല്ലെങ്കിൽ ഹി ഡൈഡ് ബൈ വയലൻസ്. അതിനാൽ ഹി ഡൈഡ് ബൈ സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ബൈ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഹി ഡൈഡ് ബൈ വയലൻസിനാൽ മരണപ്പെട്ടു, അല്ലെങ്കിൽ വയലൻസ് കൊണ്ട് മരണപ്പെട്ടു, അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നത് അറ്റ് നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ സാധാരണ ഒരു പ്രിസൈസ് ടൈം പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിക്കുക. അപ്പോൾ എന്താ വയ്ക്കുക, ഹി ഡൈഡ് അറ്റ് 6 PM, അവൻ 6 മണിക്ക് മരണപ്പെട്ടു, അപ്പോൾ അങ്ങനെയാണ് അറ്റ് വയ്ക്കുക. ഇനി ഹി ഡൈഡ് ഓൺ വയ്ക്കും. ഓൺ വയ്ക്കുന്നപ്പോഴാണ് ഒരു ദിവസം പറയണേ, ഹി ഡൈഡ് ഓൺ മൺഡേ അല്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ ട്യൂസ്ഡേ, അങ്ങനെ ദിവസങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വയ്ക്കുക, ഓൺ വയ്ക്കുക. ഇനി ഫോർ വയ്ക്കാം. ഫോർ എപ്പോഴും വയ്ക്കുക, ഹി ഡൈഡ് ഫോർ എ കൺട്രി. നമ്മൾ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി, എന്താണ്, കോസ് അല്ലെങ്കിൽ കാരണത്തിന് വേണ്ടി നമ്മൾ മരണപ്പെടുമ്പോഴാണ് നമ്മൾ ഫോർ വയ്ക്കുക. ഹി ഡൈഡ് ഫോർ ഹിസ് കൺട്രി,
ഹി ഡൈഡ് ഫോർ ഹിസ് ഒപ്പീനിയൻ. അങ്ങനെയുള്ള കാരണങ്ങൾക്കാണ് നമ്മൾ എന്ത് വയ്ക്കുക, ഫോർ വയ്ക്കുക, അല്ലെങ്കിൽ കോസിന് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് നമ്മൾ ഫോർ വയ്ക്കുക. ഇന്ന് വയ്ക്കുക. ഇന്ന് എവിടെ വയ്ക്കുക, നമ്മളൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നമ്മളൊരു യുദ്ധത്തിൽ അങ്ങനെ നമ്മളൊരു കിണപ്പെട്ടുമ്പോഴാണ് നമ്മൾ എന്ത് വയ്ക്കുക, ഇന്ന് വയ്ക്കുക. ഹി ഡൈഡ് ഇൻ ആക്സിഡൻറ്റ്, ഹി ഡൈഡ് ഇൻ ബസ് ആക്സിഡൻറ്റ്, ഷീ ഡൈഡ് ഇൻ ബസ് ആക്സിഡൻറ്റ്, ഹി ഡൈഡ് ഇൻ എ ബാറ്റിൽ, ഹി ഡൈഡ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, ഇന്ന് വയ്ക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് വയ്ക്കുന്നത്, ഇന്ന് വയ്ക്കുന്നത്. അതുപോലെ തന്നെ വിത്തിൻ പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ. ഹി ഡൈഡ് വിത്തിൻ 10 minutes. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് വിത്തിൻ ഉപയോഗിക്കുക. ഡൈഡ് വിത്തിൻ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഓഫ് പറഞ്ഞു, ഫ്രം പറഞ്ഞു, ഫോർ പറഞ്ഞു, ഇന്ന് പറഞ്ഞു, ഓൺ പറഞ്ഞു, വിത്തിൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ ഇന്ന് വേറെ എവിടെ ഉപയോഗിക്കാം, നമ്മളൊരു പ്രത്യേക പ്ലേസ് അല്ലാണ്ട് ഒരു കോമൺ ആയിട്ടുള്ള പ്ലേസ് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നാണ് വയ്ക്കുക. ഹി ഡൈഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഒരു വലിയ സ്ഥലത്തിൻ്റെ അവിടെ മരണപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഇന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇയറിൻ്റെയും മന്തിൻ്റെ മുമ്പിലും നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഇന്ന് ഉപയോഗിക്കാം. ഹി ഡൈഡ് ഇൻ 1987, അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ മെയ് 2007. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇന്ന് ഉപയോഗിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓഫ് വെക്കേണ്ടത് നമ്മളൊരു ഡിസീസ് മൂലമോ അല്ലെങ്കിൽ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ഹങ്കർ അല്ലെങ്കിൽ തേസ്റ്റ് ഇവ മൂലം മരണപ്പെട്ടാൽ നമ്മൾ ഓഫ് വെക്കണം. അതേസമയം ബൈ വെക്കേണ്ടത് എപ്പോഴാണ്, നമ്മൾ സൂയിസൈഡ് അല്ലെങ്കിൽ വയലൻസ് അങ്ങനെയുള്ള കാരണം കൊണ്ട് മരണപ്പെട്ടാൽ നമ്മൾ എന്ത് വയ്ക്കുക, ബൈ ആണ് വയ്ക്കുക. ഫ്രം വയ്ക്കുന്നത് നമ്മളൊരു എഫക്റ്റ് കാരണമാണ് മരണപ്പെട്ട് വെച്ചാൽ അവിടെ നമ്മൾ വയ്ക്കുക, ഫ്രം ആണ് വയ്ക്കുക. ഓൺ എന്ന് വെക്കുന്നത് നമ്മൾ ഒരു ഡേറ്റിലാണ് നമ്മൾ ഓൺ വയ്ക്കുക. ഹി ഡൈഡ് ഓൺ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ വയ്ക്കുക. ഹി ഡൈഡ് ഇൻ ആക്സിഡൻറ്റ്, അതുപോലെ തന്നെ ബാറ്റിൽ, ഇങ്ങനെയുള്ള ഇവിടങ്ങളിൽ മരണപ്പെട്ടാൽ നമ്മൾ വയ്ക്കുക ഡൈഡ് ഇന്നാണ് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പോ പറയണേ, അതായത് ഹി ഡൈഡ് ഇൻ മെയ് മന്ത് അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ മാർച്ച് മന്ത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇന്ന് ഉപയോഗിക്കുക. പിന്നെ അറ്റ് ഉപയോഗിക്കുക ഒരു സ്പെസിഫിക് ടൈമിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പെസിഫിക് പ്ലേസിൽ പറയാനും നമുക്ക് ഉപയോഗിക്കാം. ഹി ഡൈഡ് അറ്റ് 10 PM അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ഉപയോഗിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐ ഡാഷ് എ മാഡ് മാൻ യെസ്റ്റർഡേ. അപ്പോൾ ഇതിലെന്താ എഴുതിയിരിക്കുന്നത്, സീ, സോ, ഹാവ് സീൻ. അപ്പോൾ നമുക്കറിയാം ഞാൻ ഇന്നലെ ഒരു ഭ്രാന്തനായ മനുഷ്യനെ കണ്ടു എന്ന് പറയാം. അപ്പോൾ നമ്മൾ സീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കാണുന്നു എന്നാണ് വയ്ക്കുക. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നടക്കുന്ന കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. ഈ സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ എന്ത് പറയുക, സീ വയ്ക്കുക. ഐ സീ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇപ്പോൾ കാണുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ കാണുന്നതിന് ഞാൻ ഇന്നലെ കാണുന്നു, ഞാൻ ഇന്നലെ ഒരു ഭ്രാന്തനായ മനുഷ്യനെ കാണുന്നു എന്ന് പറയില്ലല്ലോ, നമ്മൾ കണ്ടു എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സോയാണ് വെക്കുന്നത്. എന്താണ് സോ, ബി ആണ് വെക്കുക. അപ്പോൾ ഐ സോ എ മാഡ് മാൻ യെസ്റ്റർഡേ അതാണ് കറക്റ്റ്. ഹാവ് സീൻ പറഞ്ഞിട്ടൊരു വാചകം കൊണ്ട് ക്ലിയർ ഇല്ല, അപ്പോൾ അത് എന്തായാലും തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇനി ഓപ്ഷൻ ഹാവ് സീൻ പറഞ്ഞാൽ എന്താണ്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതെങ്ങനെയാണ്, ഞാൻ പണ്ട് തൊട്ടേ കാണാൻ തുടങ്ങിയാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യെസ്റ്റർഡേ കാണാൻ തുടങ്ങിയല്ല, ഐ ഹാവ് സീൻ ഹിം ഫോർ എ മന്ത് എന്ന് പറയാം. അതായത് ഞാൻ ഒരു മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കാണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുകയാണ്, ഒരു മാസമായിട്ട് ഞാൻ കാണുന്നുണ്ട്, ഇനിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രസൻറ്റ് ടൈം. പക്ഷേ അത് ഇവിടെ നിൽക്കില്ല, ഇനിയും പോവും എന്നുള്ള ധ്വനിയാണ് ഐ ഹാവ് സീൻ എന്ന് പറയുമ്പോൾ വരിക. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സോ, ബി ആണ് ഓപ്ഷൻ കറക്റ്റ്. നമ്മൾ സാധാരണ കാലങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, പ്രസൻറ്റ് ഫോം ആദ്യം കാണുന്നു, അത് സിമ്പിൾ പ്രസൻറ്റ്. കണ്ടുകൊണ്ടിരിക്കുന്നു, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എന്താണ്, കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു
നമ്മുടെ ഇതാണ് പ്രസൻറ്റ് ടൈം വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതേസമയം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ നമ്മൾ ലോങ് ബാക്കിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്യും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അതിലെങ്ങനെയായിരിക്കും വരിക, കണ്ടുകൊണ്ടേയിരിക്കുന്നു, അവനെ ഒരു മാസത്തോളമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇനി ഇതേ തന്നെ സിമ്പിൾ പാസ്റ്റിലാകുമ്പോൾ എന്ത് ചെയ്യണം, കണ്ടു, കണ്ടുകൊണ്ടിരുന്നു. പ്രസൻറ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്നാ കണ്ടുകൊണ്ടിരുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ കണ്ടിട്ടുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ കണ്ടു കൊണ്ടേയിരുന്നു, കണ്ടുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് റിച്ചാർഡ്. റിച്ചാർഡ് ഈസ് ആൻ ഓണസ്റ്റ് മാൻ. നമുക്കറിയാം നമ്മൾ ഇവിടെ എച്ച് എന്ന് പറയുന്നത് കൺസണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് എ എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. ഇതിൻ്റെ സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ വൊവൽസ് ആണോ അല്ലെങ്കിൽ കൺസണൻ്റ് ആണോ ചേർക്കേണ്ടതെന്ന് പറയാം. വൊവൽസ് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു. നമ്മുടെ ഡാഷിന് ശേഷം വരുന്ന സൗണ്ട് ഒ എന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആ എന്ന് വെക്കണം. ഇവിടെ എച്ച് അല്ലേ, അതുകൊണ്ട് എ എന്ന് ചേർക്കാം എന്ന് വിചാരിക്കരുത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഓണസ്റ്റ്, അതുപോലെ തന്നെ ഓൾഡ് മാൻ, ആൻ ഓൾഡ് മാൻ എന്ന് പറയാം. അവിടെ ഓ തന്നെയാണ് വരുന്നത്, കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, യു എൽ വരുന്നത് ആൻ ചേർക്കും. അത് തെറ്റാണ്, കാരണം എ യൂണിവേഴ്സിറ്റിയാണ്. കാരണം എന്താണ്, വൈയുടെ സൗണ്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എം പി, എം പിയുടെ മുമ്പിൽ എന്താ ചേർക്കുക, എ എന്ന് ചേർക്കാൻ നോക്കും, കാരണം എം എൽ എ വരുന്നത്, അപ്പോൾ എ എന്ന് ചേർക്കാൻ തോന്നും. അത് തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻ എം പി എന്നാണ് ചേർക്കേണ്ടത്. കാരണം എ എന്നുള്ള സൗണ്ടാണ് എം പി വയ്ക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ആൻ എം പി അല്ലെങ്കിൽ ആൻ എം എൽ എ എന്ന് വെക്കണം. ഇനി അടുത്തത്, ഇവിടെ തന്നെ നമ്മൾ ദാ വെക്കാൻ പറ്റുമോ, വെക്കാൻ പറ്റും. എങ്ങനെ വെക്കാൻ പറ്റും, റിച്ചാർഡ് ഈസ് ദ ഓണസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആണ് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ദാ വെക്കും. കാരണം എന്താണ്, നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. അപ്പോൾ റിച്ചാർഡ് ഈസ് ദ മോസ്റ്റ് ഓണസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. അപ്പോൾ എന്താണ്, നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ദാ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ സൂപ്പർലേറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് എന്താണ് വെക്കേണ്ടത്, നമ്മൾ ആനാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ദാ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിൽ പറയുന്ന റിച്ചാർഡ് ഈസ് ദ മോസ്റ്റ് ഹോണസ്റ്റ് പേഴ്സൺ. റിച്ചാർഡ് ഈസ് ദ മോസ്റ്റ് ഓണസ്റ്റ് പേഴ്സൺ ഐ ഹാവ് എവർ സീൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വെക്കേണ്ടത് ദായാണ് വയ്ക്കാം, കാരണം സൂപ്പർലേറ്റീവ് ഡിഗ്രി വെക്കുന്നത് കൊണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ എന്താ വയ്ക്കേണ്ടത്, നമ്മൾ സിമ്പിളായിട്ടുള്ള എ അല്ലെങ്കിൽ ആൻ വയ്ക്കണം. എ എപ്പോഴാണ് വയ്ക്കുക, നമ്മുടെ സൗണ്ട് എ ഇ ഐ ഒ യു അല്ലാതെ കൺസണൻറ്റിൻ്റെ സൗണ്ടാണ് വെച്ചാൽ എ വയ്ക്കുക. അതേസമയം ആൻ വെക്കേണ്ട അവിടെയാണ് നമ്മുടെ വവൽസിൻ്റെ സൗണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മൾ വെക്കേണ്ടത് ആനാണ് വെക്കേണ്ടത്. ഇനി അടുത്തത്, രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ അറ്റൻഡ്സ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റിൽ വെർബിനെ സിംഗിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് ചേർക്കുന്നത്, ഡു അല്ലെങ്കിൽ എസ്. ഇപ്പോൾ അറ്റൻഡ് പ്ലസ് എസ് ചേർത്തിട്ടാണ് എന്താണ് അറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ എസ് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡസ് ആണ് വരുന്നത് എന്ന് മനസ്സിലായി. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നെഗറ്റീവ് ആണ്. സെൽഡം, റയർലി, ബെയർലി, ഓഫൺ, ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ, ഇവയെല്ലാം എന്താണ്, ഇവയെല്ലാം നെഗറ്റീവാണ്. അതുപോലെ തന്നെ നോ, നോട്ട്,
നത്തിങ്. ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തായിരിക്കണം? അത് പോസിറ്റീവായിട്ടായിരിക്കണം വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്താക്കാം? ഡസും ഇതും ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെ വരും, ഇത് ഡോണ്ട് വരുന്നുണ്ട്, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. ഡിഡ് ഹി ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല, പ്രസന്റ് ആയിരുന്നു, അതുകൊണ്ട് ഡിഡും വയ്ക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ഡസ് ഹി ആണോ അത് ഡസ് രാമു ആണോ? ഇവിടെ രാമു എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുമല്ല. അപ്പോൾ എന്താണ് ആൻസർ? ഡസ് ഹി എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അതെന്തുകൊണ്ടാവുന്നത്? സെൽഡം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ റയർലി, ബെയർലി, ഓഫൺ, ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ, നോ, നോട്ട്, നത്തിങ്, നോബഡി, നോ വൺ. ഈ വാചകങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നെഗറ്റീവ് വാക്കുകളാണ്. അപ്പോൾ നെഗറ്റീവ് വാക്കാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താകും? അത് പോസിറ്റീവ് ആകും. അത് മറക്കാതെ ഓർത്ത് വയ്ക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ സാധാരണ എന്താണ്? ലെറ്റസ്. ലെറ്റസ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷാൾ വി എന്നാണ് വെക്കേണ്ടത്. എന്താണ്? ഷാൾ വി. ലെറ്റസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് പറഞ്ഞാൽ എന്താ നമ്മൾ വെക്കേണ്ടത്? ഷാൾ വി തന്നെയാണ് വെക്കേണ്ടത്. ഇനി ലെറ്റസ് പ്ലേ ക്രിക്കറ്റ് എന്നാൽ എന്താണ് വെക്കേണ്ടത്? ഷാൾ വി എന്ന് തന്നെയാണ് വെക്കേണ്ടത്. അത് മറക്കാതെ ഇരിക്കുക. അടുത്തത്, ഇഫ് ഐ വെർ യു ഐ ഡാഷ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈഫിൻ്റെ കണ്ടീഷൻ പഠിക്കണം. ഈഫിൻ്റെ 3 കണ്ടീഷൻ പഠിക്കാനുള്ളൂ. ഈഫ്, ഇപ്പോൾ ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് പറയുന്ന കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം ആദ്യം. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോമ ആയിട്ട് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പോൾ ഈഫ് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ ഞാൻ പറയണം, ഇഫ് ഹി വാക്സ് അല്ലെങ്കിൽ ഇഫ് ഹി വാക്സ്, ഹി വിൽ പാസ്. അപ്പോൾ എന്താണ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം പറയേണ്ടത്? അത് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും പറയേണ്ടത്. അപ്പോൾ ഇഫ് ഹി വർക്ക്സ് ഹി വിൽ പാസ്, ഇഫ് ഹി വാക്സ് ഹി വിൽ റീച്ച് ദുബായ്, ഇഫ് ഹി റൺസ് ഹി വിൽ വിൻ ദ അത്ലറ്റിക്സ്. അപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ ലോക സത്യം പറയുന്നത്, ഇഫ് ഐസ് മെൽറ്റ്സ്, ഇതെന്താണ്? ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. പക്ഷേ എന്താണ്? ഇതൊരു ലോക സത്യമാണ്. അതെന്താവും? ഐസ് മെൽറ്റ് ആയി എന്താവും? ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ. അത് ചെയ്യുക, ടേൺസ് ഇൻ ടു വാട്ടർ. അവിടെ നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ലോക സത്യങ്ങൾ ഇഫ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാനെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ സ്റ്റേറ്റ്മെൻറ്റും സിമ്പിൾ പ്രസൻറ്റിലായിരിക്കണം. അല്ലാത്ത സമയത്ത് എന്തായിരിക്കണം? മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത് വന്നിട്ട് പാസ്റ്റിൻ്റെ കാര്യമാണ്. ഇനി സിമ്പിൾ പാസ്റ്റ്, ഇപ്പോൾ നമ്മൾ പറയണം, ഇഫ് ഐ വർക്ക്ഡ്. അപ്പം നമ്മൾ എന്താണ് പറയാം? ഐ വുഡ് പാസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ സ്റ്റേറ്റ്മെൻറ്റിൽ പാസ്റ്റ് മോഡൽ, അതായത് വില്ലാണെങ്കിൽ വുഡ് ആവും, വുഡിൻ്റെ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 പാസ് ഇടാക്കണം. ഇഫ് ഐ വർക്ക്ഡ് ഐ വുഡ് പാസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഐ കഴിഞ്ഞിട്ട് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വേർ കഴിഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു നൗണാണ് വെക്കുന്നത്. എന്താ വെക്കുന്നത്? വേർ കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വെക്കുന്നത്. ഇഫ് ഐ വേർ യു, ഞാനാണെങ്കിൽ. അപ്പോൾ എന്താ പറയുക? ഐ വുഡ് കംപ്ലൈൻ എബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെ ബി ആണ് ആൻസർ. അപ്പോൾ ഇഫ് ഐ വേർ യു ഐ വുഡ് കംപ്ലൈൻ എബൌട്ട് ഇറ്റ്. ഇനി അടുത്തത്, ഇഫ് ഐ ഹാഡ് എ പെൻ ഐ വുഡ് റൈറ്റ് എ നോവൽ. അപ്പോൾ മനസ്സിലാക്കുക, ഈഫ് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് മാത്രമാണ് വെച്ചാൽ നമ്മൾ എന്താ വയ്ക്കേണ്ടത്? പാസ്റ്റ് മോഡൽ ഓഫ് വെർബ്, അതായത് വില്ലാണെങ്കിൽ വുഡ് ആവും, പ്ലസ് വെർബിൻ്റെ സിംഗിൾ ഫോം എഴുതുക.
ഇനി ഐ വേർ യു, വേർ കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വുഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം എഴുതുക. വെർബിൻ്റെ ഫസ്റ്റ് ഫോം പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ഓഫ് വെർബ് എഴുതുക. ഇനി ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതാം പാസ്റ്റ് മോഡൽ ഓഫ് വെർബ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോം ഓഫ് വെർബ് എഴുതുക. ഇനി അടുത്തൊരു കണ്ടീഷൻ, ഞാൻ ഇവിടെ ഇഫ് ഐ ഹാഡ് എ പെൻ വേണം. അതേസമയം ഞാൻ ഇഫ് ഐ ഹാഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വെർബ് വെർബിൻ്റെ എന്താ എഴുതി, വെർബിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം എഴുതി, V3 ഫോം എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ സെൻറ്റൻസിലും എന്ത് എഴുതണം, ഐ വുഡ് ഹാവ് വെച്ച് ചേർക്കണം. ഐ വുഡ് ഹാവ് പാസ്ഡ് എക്സാം. അപ്പോൾ ഇതിൽ എന്താ വ്യത്യാസമുള്ളത് നമുക്ക് നോക്കാം. ഇഫ് ഹി വർക്ക്സ്, അവൻ വർക്ക് ചെയ്താൽ അവൻ പാസ്സാകും. ഇഫ് ഐ വർക്ക്ഡ്, ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പാസ്സാകുമായിരുന്നു, ഐ വുഡ് പാസ്. ഇഫ് ഐ ഹാഡ് വർക്ക്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാകുമായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പാസ് ദ എക്സാം, ഞാൻ എക്സാം പാസ്സായിട്ടുണ്ടാകുമായിരുന്നേനെ. അങ്ങനെ പറയാനാണ് ഇഫ് ഐ ഹാഡ് വർക്ക്ഡ്. അപ്പോൾ നമ്മൾ ചേർക്കും ഐ വുഡ് ഹാവ്. അപ്പോൾ എന്താ പറയുന്നത്, ഹാഡ് കഴിഞ്ഞിട്ട് 3 കണ്ടീഷനേ ഉള്ളൂ. ഒന്നാമത്തത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ് വെച്ചാൽ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം, സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കണം. ഇനി ലോകസത്യങ്ങളാണ് പറയുന്നത് വെച്ചാൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണ് വെച്ചാൽ മെയിൻ സ്റ്റേറ്റ്മെൻറ്റും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. ഇനി അതേസമയം ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിൾ പാസ്റ്റിലോ അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ടുള്ള ഒരു നൗണാണ് വെക്കുന്നത് വെച്ചാലോ അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ സെൻറ്റൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഓഫ് വെർബ്, അതായത് വുഡ്, കുഡ് അങ്ങനെയുള്ള ഫോം പ്ലസ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതേസമയം ഈഫ് കഴിഞ്ഞിട്ട് അതായത് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.